വർഷങ്ങളോളം ഈ കൃപാസനം ആലയത്തിൽ 1000 കോടി ജനങ്ങൾ വരികയും അവരുടെ ദീനങ്ങൾ സുഖപ്പെടുത്തുകയും അവർ സുഖം പ്രാപിച്ചു പോവുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ 1.5 കൊല്ലം കൊണ്ട് ഞാൻ യൂട്യൂബിൽ കൂടി കാണുന്ന കാഴ്ചകളാണ്. അങ്ങനെ ഇരിക്കവെയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ സ്നേഹിതൻ എന്നോട് വന്ന് പറഞ്ഞു, ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞ ഒരു ആലയമുണ്ട്, അവിടെ ജീവനോടുകൂടി അമ്മ പ്രതീക്ഷപ്പെട്ട ഒരു സ്ഥലമാണ്, നീ ഒന്ന് അവിടെ പോയി നോക്കൂ, നിന്റെ വേദനകൾ ആ അമ്മ കേൾക്കും. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഇവിടെ വന്നിരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് എൻ്റെ അമ്മയോടടുത്ത് വന്നു പ്രാർത്ഥിച്ചു. ഉടമ്പടിയെടുത്ത് ആദ്യമായിട്ട് വെച്ച ഒരു നിയോഗമാണ്, ഒരു ഭവനം എനിക്ക് തരണമേ എന്ന്. അമ്മയോട് ഫസ്റ്റിൽ വെച്ച നിയോഗത്തിൽ ഒന്നാണ് എനിക്ക് ഭവനം. അതെൻ്റെ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. ഇന്ന് ഞാൻ സ്വന്തമായിട്ട് ആ ഭവനത്തിലാണ് കിടക്കുന്നത്. ആ ഭവനത്തിൻ്റെ പേര് തന്നെയാണ് കൃപാസനം. അതേപോലെ എൻ്റെ അച്ഛൻ്റെ 2 ക്ലിപ്പെങ്കിലും ഞാൻ കേൾക്കാതിരിക്കില്ല. ആ വചനം കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. സത്യത്തിൽ കാലത്തായിരുന്നാലും ശരി, ഉച്ചയ്ക്കായിരുന്നാലും വൈകിട്ടായിരുന്നു 5:30 മണിക്ക് വചനം കേട്ടിരിക്കും. ഞാൻ എൻ്റെ വീട്ടിലും ഞാൻ 6:30 മണിക്ക് വചനം വായിച്ചിരിക്കും. ബൈബിൾ വായിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാ. മരിക്കുമ്പോഴും ഉടമ്പടിയിലിരിക്കുന്നു മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. കാരണം അമ്മ തന്ന ആ ഭവനത്തിൽ കിടന്ന് മരിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ചത്തുപോയാൽ കിടക്കേറി ചെല്ലാൻ ഒരു വിട ഇല്ലാതെയാണ് അന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്കടുത്ത് ഈ ആലയത്തിൽ വരുന്നത്. എൻ്റെ സ്നേഹിതൻ എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെ തന്നൊരു ഭവനമാണ് ഇപ്പോൾ എൻ്റെ മക്കളും ഞങ്ങളും വസിക്കുന്നത്. അവിടെ എൻ്റെ അമ്മ മാതാവ് തിരുക്കുമാരന് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല.